അതൊക്കെ ഓ ഇനി ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ്. yes. നമ്മുടെ സീസൺ 3 സിദ്നാൻ ആണ് വരുന്നത്. സിദ്നാന്റെ കൂടെ ഇവിടുത്തെ നമ്മുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ ജ്വൽ കുട്ടിയും എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സിദ്നാൻ, താജ് ആൻഡ് ജ്വൽ മേരി ഓൺ സ്റ്റേജ്. രണ്ടുപേരും മാച്ച് ആണല്ലോ ഇന്ന്. ഭയങ്കര മാച്ച്. സിദ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും പരിചയപ്പെടുന്നത് കേട്ടോ. സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. താങ്ക് യു. പരിചയപ്പെടാൻ കിട്ടിയ അവസരത്തിന് താങ്ക് യു. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നതും പരിചയപ്പെടുന്നതും. പക്ഷേ ഞാന് ചേച്ചിനെ കണ്ടിരുന്നു. നമ്മുടെ കണ്ണൂര് കലോത്സവത്തിന് ചേച്ചി വന്നിരുന്നു. ആണോ? ഇപ്രാവശ്യത്തെ സബ് ഡിസ്ട്രിക്ട് കലോത്സവം അല്ലേ? സിദ് സുന്ദരനായിട്ടുണ്ടല്ലോ. താങ്ക് യു. ഇത് ഭയങ്കര മാച്ചിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ യെല്ലോ ആൻഡ് ബ്ലാക്ക്. വെരി ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ്. ഞാനും ആദ്യമായിട്ടല്ല കാണുന്നത് അല്ലേ? ഞങ്ങൾ എപ്പോഴും കാണാറുണ്ട്. നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എം ജി അങ്കിളുമായിട്ട് മാച്ചിങ് ആണല്ലോ ഇന്ന്. അതെട്ടോ, രണ്ടുപേരും. അതെ, രണ്ടുപേരും. നമ്മുടെ ജുവൽ കുട്ടി എന്തോ എന്ത് പറയുന്നു? അയ്യോ, കളർ അടിച്ചോ മുടിക്കൊക്കെ? കളർ അടിച്ചാ? സ്കാൽപ്പിൽ തൊട്ടോ കളറ്? അതില്ല. ആ, തുടരുത്. പോകുന്ന കളറല്ലേ? വെള്ളം പോകുന്ന കളറാ. പോകുന്നതാണോ? ഒറ്റടിക്ക്. ആ, അത് ശരി. കഴുകിയാ പോവോ? ആണോ? അത് കൊള്ളാലോ. ഇന്ന് കൊറേ ആൾക്കാരുണ്ടല്ലോ കൂടെ ജാഥയായിട്ട്. അതെ. താഴെ ഇരിക്കുന്ന രണ്ട് ബ്ലാക്ക് ഇട്ട മൈ സിസ്റ്റേഴ്സ്. യുവർ സിസ്റ്റേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ് ഓർ ഡയറക്റ്റ് സിസ്റ്റേഴ്സ്? എന്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളാ. പക്ഷെ ട്രിപ്ലെറ്റ്സ്. ഓ, ഓക്കേ. പിന്നെ നടുക്കിരിക്കുന്നത് മൈ ഗ്രാൻഡ്മ. ഓക്കേ. പിന്നെ മേളിലിരിക്കുന്നത് അമ്മയും അപ്പയും. പിന്നെ നടുക്കിരിക്കുന്നത് മൈ ബ്രദർ. ഓൺ ബ്രദർ. യെസ്. ഹായ്. ആദ്യമായിട്ട് കാണാണ്. എല്ലാവർക്കും ഹായ്. അപ്പൊ ഏതാണ് പാട്ട് ജുവൽ? താമരക്കളി പാടുന്നു തൈതൈ തകതും. ഡീറ്റെയിൽസ് പറയട്ടെ. മ്യൂസിക് ഇളയരാജ സർ, ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സർ, മൂവി മൂന്നാം പക്കം, ഇയർ 1988, സിംഗേഴ്സ് ചിത്രമ ആൻഡ് MG സർ. ഒരാൾ കൂടി പാടിയിട്ടുണ്ട്. ആ പേര് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കേ. അപ്പൊ സിദും ജുവലും സൂപ്പർ കോമ്പിനേഷൻ ആണ്. കൽക്കട്ടെ. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ചങ്ങാതിയുണരൂ, വസന്ത ഹൃദയം നുകരൂ, സംഗീതം കേൾക്കൂ, സുഗന്ധ ഗംഗയിലൊഴുകൂ. ഈരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ, താളിയോലകളാടുന്നു തൈ തൈ തകതോ. ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുമ്പൊരു ചിരിയുടെ കഥ എഴുതിയിടാം. ഒരു നവസംഗമ ലഹരിയിലലിയാം. മദമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ, മദമേകും മണം വിളമ്പി നാളെയും വിളിക്കുമോ. പുറവേലിത്തടത്തിലെ പൊൻതാഴം പൂവുകൾ, പ്രിയയുടെ മനസ്സിലെ രതി സ്വപ്ന കന്യകൾ. കിളിപ്പാട്ടു വീണ്ടും നമുക്കെന്നും ഓർക്കാം. വയൽ മണ്ണിൻ ഗന്ധം നമുക്കെന്നും ചൂടാം. ആർത്തു കൈകൾ കോർത്തു നീങ്ങാം, ഇനിയും തുടർക്കഥ ഇത് തുടരാൻ. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ, താളിയോല
കളിയോലകളാടുന്നു തൈ തൈ തകതോ. ചങ്ങാതിയുണരൂ വസന്ത ഹൃദയം നുകരൂ സംഗീതം കേൾക്കൂ സുഗന്ധ ഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ. കളിയോലകളാടുന്നു തൈ തൈ തകതോ. തിരയാടും തീരമെന്നും സ്വാഗതമോതിടും തിരയാടും തീരമെന്നും സ്വാഗതമോതിടും. കവിത പുൽ തുളുമ്പുമീ മന്ദസ്മിതത്തിനായി അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിനായി കടൽ തീര പാടി നമുക്കേറ്റു പാടാം. പടിഞ്ഞാറ് ചുവന്നു പിരിയുന്നതോർക്കാൻ പുലരി വീണ്ടും പൂക്കും നിറങ്ങൾ വീണ്ടും ചേർക്കും. പുതുവെളിച്ചം തേടി നീങ്ങാമിനിയും തുടർക്കഥ ഇത് തുടരാം. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ. താളിയോലകളാടുന്നു തൈ തൈ തകതോ. ചങ്ങാതിയുണരൂ വസന്ത ഹൃദയം നുകരൂ സംഗീതം കേൾക്കൂ സുഗന്ധ ഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ. താളിയോലകളാടുന്നു തൈ തൈ തകതോ. ഒരു വഴി ഇരുവഴി പല വഴി പിരിയും മുമ്പൊരു ചിരിയുടെ കഥ എഴുതിയിടാം. ഒരു നവസംഗമ ലഹരിയിൽ അലിയാം. വെരി ഗുഡ് വെരി ഗുഡ് ബ്യൂട്ടിഫുൾ. വെരി ഗുഡ്. രണ്ടുപേരും കൂടെ പാടിയപ്പോഴത്തേക്ക് ഒരു നവസംഗമ ലഹരിയിൽ നമ്മൾ അലിഞ്ഞു. ഒരു സംശയമില്ല കേട്ടോ. വെരി നൈസ്. സിദ്നാൻ ആൻഡ് ജുവൽ, എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് കേട്ടോ രണ്ടുപേരും. നല്ല ഒഴുക്കുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ആ പാട്ടിന് ഉള്ള ഒരു ഒഴുക്കുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ അതിന്റെ കൂടെ ഇങ്ങനെ അലിഞ്ഞു പോകും. ആ ഒരു ഫ്ലോ നിങ്ങൾ രണ്ടുപേരും പാടിയപ്പോൾ എനിക്ക് നല്ലോണം കിട്ടി കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ബ്യൂട്ടിഫുൾ ചെയ്താണ്. ജുവൽ കുട്ടി, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പാട്ട് ഒരുപാട് ഭാഗങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഭാഗങ്ങളുണ്ട്. എസ്പെഷ്യലി പല്ലവിയൊക്കെ നല്ല രസമായിട്ട് തോന്നി. പിന്നെയും കമ്പാരിറ്റീവ്ലി ചരണം എത്തിയപ്പോഴാണ് കുറച്ചൊക്കെ പിച്ച് ഇഷ്യൂസും ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ തോന്നിയത് കേട്ടോ. അനുപല്ലവിയും പല്ലവിയൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നല്ല പ്രോഗ്രസ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡ്യുവറ്റ് പെർഫോം ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു. സിദ്നാൻ, Yeah. എപ്പോഴത്തെയും പോലെ ഇന്നും വളരെ മനോഹരമായിട്ട് പാടി താങ്ക് യു. കലക്കി. ജൂലും നല്ല നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു ഒന്ന് പാടിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പാടിയത്. നല്ല മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. മനസ്സ് കുറച്ച് മെച്യൂർ ആയെന്ന് തോന്നുന്നു അല്ലേ? ആണോ? ചേട്ടന്റെ കൂടെ കൂടിയതാ. ആണോ? ചേട്ടൻ്റെ കൂടെ കൂടിയിട്ടാണോ? ഓ ശരി. പക്ഷെ പാട്ടിൽ നല്ല മെച്യൂരിറ്റി ഉണ്ടായി. ഓക്കെ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ഫസ്റ്റ് പല്ലവിയില് നീരാടും കാറ്റും അതന്നെ നീരാടും കാറ്റുമാമ്പൽ, അത് ആ ആമ്പൽ കുറച്ച് പ്രൊജക്ഷൻ കൂടിപ്പോയി. കുറച്ച് ബൾജായി അവിടെ. ആ ഫ്ലോയിൽ നിന്ന് കുറച്ച് നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ ആ ആമ്പലും അതേ ലെവലിൽ തന്നെ പോണം. ആമ്പൽ കുറച്ച് വോളിയം കൂടി പോയി അവിടെ. കേട്ടോ? പിന്നെ നമുക്കിന്നും ഓർക്കാം കിളിപ്പാട്ടു വീണ്ടും നമുക്കിന്നും ഓർക്കാം. അതാരുടെയാ? ആ നമുക്കിന്നു എന്നുള്ളടത്ത് കുറച്ചും കൂടി നിർത്തണം തോന്നി. കുറച്ചും കൂടി. പിന്നെ തോന്നിയത് പടിഞ്ഞാറ് ചുവന്നു പിരിയുന്നത് ഓർക്കാം ചരണത്തിൽ. അതാണ് കുറച്ചു ഗൗരവമായ ശ്രുതി പ്രശ്നം തോന്നിയത്. മറ്റേക്ക് വളരെ മൈന്യൂട്ടായിരുന്നു. അത് വെള്ളി അടിച്ചാണോ? വെള്ളി അടിച്ചാണോ? ഓ, സത്യങ്ങൾ ഓരോന്നായി പുറത്ത് വരുന്നത് കണ്ടോ? നമ്മൾ അറിഞ്ഞില്ല അത് വെള്ളി. അത് വെള്ളിയായിരുന്നല്ലേ?
ആ കുഴപ്പമില്ല, ഇത്തിരി വിലയൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈയിടെയായിട്ട് കുറച്ച് ഓക്കെയാണ്. കുറഞ്ഞു. അതെ. അപ്പൊ അത് മാത്രം ഉണ്ടായിരുന്നു കുറച്ച് കാര്യമായിട്ടുള്ള പ്രശ്നം. ഏത്? ചരണം. പടിഞ്ഞാറ് ചുവന്ന് പിരിയുന്നത് ഓർക്കാം. അത് പിരിയുന്നത് ഓർക്കുന്നു വിഷമാണല്ലേ? അതുകൊണ്ടായിരിക്കും. സാരില്ല, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സൂപ്പർ ആയിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. നല്ല എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണും. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ, താളിയോലകളാടുന്നു തൈ തൈ തകതോ. എന്തായാലും കൊള്ളാം, കലക്കി ഇന്നത്തെ പെർഫോമൻസ്. യെസ്. ജുവൽ കുട്ടി ഇങ്ങനെ ചെയ്തോ കേട്ടോ. വെൽ ഡൺ മൈ ഗേൾ. വെൽ ഡൺ. സ്വന്തമായിട്ട് ചെയ്തോ. Well done, my girl. വെരി വെൽ ഡൺ മൈ ഗേൾ. Very well done, my girl. സവാഷ്. അതുണ്ട്, വെരി വെൽ ഡൺ ആണ്. ഇതുവരെ നമ്മൾ ഉണ്ടായിരുന്ന പോലെയാണോ എന്ന് ചോദിച്ചാൽ ചില ഗ്ലിറ്റർ ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പല പാട്ടിലും. പക്ഷെ ഇതിൽ ഒരുപാട് ഗ്ലിറ്റർ ഉണ്ടായിരുന്നു. അതെ. ദാറ്റ് വാസ് വെരി നൈസ് കേട്ടോ. Thank you, sir. ആ പാട്ടിന്റെ ഒരു ഫ്ലേവർ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സിദ്ദിന്റെ കൂടെ. സിദ് അത് പാടുമ്പോഴത്തേക്ക്, അത് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേറൊരു കളർ വരുന്നുണ്ട്. സിദ് പാടുന്നത് വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ്. യെസ് യെസ്. ഇപ്പോ കുളിരലകളും ഒരു കളി, അത് സിദ് പാടിയ പോലെ പാടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. യെസ്. എന്താ അവിടെ ഒരു പ്രൊജക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫോഴ്സ് ചെയ്യുന്നില്ല. ഒന്ന് പാടിക്കേ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. അങ്ങനെ ഒഴുകി വരുന്ന പോലെ. അത് ചില്ലായിട്ട് പാടണം. കമോൺ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. ഇപ്പൊ വേണമെന്ന് വെച്ച് എടുത്ത് അതെ. ബാക്കി ഇതാണ് ഞാൻ പാടാൻ പോണേ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പൂത്താലത്തിൽ എടുത്ത് ഈ നോട്ട്സ് വെക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെ വേണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. അങ്ങനെ ഒഴുകി വന്നാ മതി. ഉം, ഉം. മനസ്സിലായില്ലേ? അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാട്ടിന്റെ ഋതം ശ്രദ്ധിച്ചില്ലേ? ഇതിലൊരൊറ്റ ഋതമേ ഉള്ളൂ, ആദ്യം തൊട്ട് അവസാനം വരെ. 2 വേരിയേഷൻസേ ഈ ഋതത്തിനുള്ളൂ. എന്തൊക്കെയാണ്? ശ്രദ്ധിച്ചോ? അത് ഞാൻ അതിന്റെ ഋതം ശ്രദ്ധിച്ച്. ദും, ദു, ദു, ദും. ദും, ദു, ദു, ദും. പിന്നെ രണ്ടാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. ചില സ്ഥലത്ത് റെസ്റ്റ് കൊടുക്കുന്നതാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാം അങ്ങനെ പാട്ടുകൾ നമുക്ക് അധികം കാണാൻ പറ്റില്ല. അപ്പൊ ഈ ദും ദു, ദു, ദും, തട്ട, ദും, ദു, ദു, ദും, തക്ക. താമരക്കിളി 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 അങ്ങനെ പാടണമെന്ന് ഞാൻ പറഞ്ഞ. താമരക്കിളി താളിയോലകൾ. അതിന് പുഷിയാണെന്ന് ഞാൻ പറഞ്ഞത്. പറഞ്ഞു മനസ്സിലായോ? കമോൺ. താമരക്കിളി പാടുന്നു തൈ തൈ തകതോ, താളിയോലകളാടുന്നു. അത് ഉടനെ താളിയോ ഇങ്ങനെ ആവണ്ട. അങ്ങനെ ആക്കണ്ടെന്ന്. താളിയോലകളാടുന്നു. അങ്ങനെ വരണം. താമരക്കിളി പാടുന്നു. ഒന്നുകിൽ കുറിപ്പിന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളറിട്ട് പുറത്ത്. താമരക്കിളി അത്രേ ഉള്ളൂ. പക്ഷെ കുറച്ച് താമരക്കിളി പാടുന്നു. അങ്ങനെ വരണം. പിന്നെ അതൊക്കെ ഭയങ്കര മെലോഡിയസ് ആയിട്ട് പാടണം. അത് പാടിക്കേ. തിരയാടും തീരമെന്നും സ്വാഗതമോദിടും, തിരയാടും തീരമെന്നും സ്വാഗതമോദിടും. മെലോഡിയസ്. കമോൺ. തിരയാടും തീരമെന്നും സ്വാഗതമോദിടും, നൈസ്. തിരയാടും തീരമെന്നും സ്വാഗതമോദിടും. നൈസ്. അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിൻ അത് കേൾക്കണം. അനുരാഗ സ്വപ്നത്തിൻ ആർദ്രഭാവത്തിനാ കടൽ തീരം. അത് ഡിഫൈൻഡ് ആയിരിക്കണം അല്ലേ സിദ്ധേ? അല്ലേ? ഡിഫൈൻഡ് ആയിട്ട് പാടണം. അതെ. അത് നന്നായിട്ട് പാടിയ സിദ്ധ് കേട്ടോ. ഞാൻ കമ്പാരിസൺ അല്ല പറയുന്നത്, സിദ്ധിന് ആ എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് സിദ്ധിന് അത് ചെയ്യാൻ പറ്റുന്നത്. മിടുക്കനാണ് കേട്ടോ. താങ്ക് യു. നല്ല ഒരു ശബ്ദം ഇപ്പോഴാണോ ഒരു മെച്ചൂരിറ്റിയിലേക്ക് വന്നത്? ശബ്ദം മാറി കുറച്ചായിട്ടുള്ളൂ. ഇപ്പം മൊത്തത്തില് ശരിയായിട്ടില്ല. അത് നമുക്ക് മനസ്സിലായി. എന്നാലും എത്രയിലായി? ഇനി പ്ലസ് ടുലേക്ക്. അതെ, ഇപ്പോഴാണ് ശബ്ദം ഒന്ന് ഒരു തീരത്തേക്ക് വന്നിരിക്കുന്നത്. അണയാറായി, തീരത്തേക്ക് എത്താറായി. അപേക്ഷിച്ച് ഇപ്പോ ഏകദേശം പാടാനൊക്കെ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ ഒരു 6-7 മാസത്തിൽ സംഭവം
ഗംഭീരം കേട്ടോ, ഒരു സംശയമില്ല കേട്ടോ. എനിക്ക് പിന്നെ പറയാൻ വിട്ടു എം ജെ സാർ. അത് ഉഗ്രനായിരുന്നു. നല്ല രസമായിരുന്നു അത് Yes, yes. കേൾക്കാൻ വേണ്ടി. രാജാ സാർ പാടിയ പോർഷൻ. അത് ആ പോർഷൻ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. അതിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ശരി, അതെ അതെ, അതെ അതെ, അതെ അതെ. അതെ അതെ. അങ്ങനെ ഒരു കഥ തോന്നി. യെസ്. ജുവൽ കുട്ടി, എന്തോ സർ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുതിയ വാക്ക് കണ്ടു കേട്ടോ ഇംഗ്ലീഷിലെ. ന്യൂഡിയസ് ടെർഷൻ. അങ്ങനെ ഒരു വാക്കുണ്ട്. അപ്പൊ ഉടനെ ഞാൻ ജുവൽ കുട്ടി ഓർത്തു. കാരണം ജുവൽ കുട്ടിയാണല്ലോ ഇതൊക്കെ ശ്രദ്ധിച്ച് പറഞ്ഞു. ശ്രദ്ധിക്കുന്ന ആള്. ന്യൂഡിയസ് ടെർഷൻ. ദർശൻ ഓക്കെ ആ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ്. നമ്മളെ മിനിഞ്ഞാന്ന് പറയില്ലേ, ഓ ആ അതുപോലെയാണ് ന്യൂഡിയസ് ടെർഷൻ. ഓക്കെ, അത് പോയി കണ്ടുപിടിക്കണേ. ഓക്കെ ഓക്കെ റൈറ്റ്, ഡിക്ഷണറിയിലില്ലേ? ഡിക്ഷണറിയിൽ ഉണ്ടാവാണ്ടിരിക്കില്ലല്ലോ. ഞാനിത് കണ്ടതാണ്, സോഷ്യൽ മീഡിയ കണ്ട ഒരു ഒരു യൂസേജ് ആയിരിക്കാം. അത് ഞാൻ കണ്ട് എടുത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ജുവൽ കുട്ടിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ എനിക്ക് ഒരുപാട് വയസ്സായി, ഇനി എന്ത് പഠിക്കാൻ, പഠിക്കേണ്ടതൊക്കെ നിങ്ങളാണ്. ഓക്കെ, ഓക്കെ റൈറ്റ്. ഓക്കെ, രണ്ടുപേർക്കും വേണ്ടേ മാർക്ക്? രണ്ടുപേർക്ക് മാർക്കുണ്ടോ? രണ്ടുപേർക്കും മാർക്കുണ്ട്. സിദ്ദിന് ഒരു 150-ൽ 200 കൊടുത്താലോ? ജിദ്ദിന് 150-ൽ 200. യെസ്. മുഖം തെളിഞ്ഞു വന്നു. ജുവൽ കുട്ടിക്ക് 98.25 ഔട്ട് ഓഫ് 100. മരക്കിളി പാടുന്നു തേ തേ തകതോ. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ. തേ തേ തകതോ. ചങ്ങാതി ഉണരൂ, വസന്ത ഹൃദയം നുകരൂ. ആര്യ ചേച്ചി, ഓ വിഷു വിശേഷങ്ങൾ കുറച്ച് പറയൂ. അയ്യോ, ഞാൻ പടക്കം പൊട്ടിച്ച് അങ്ങ് ആഘോഷിച്ചു. മീനുട്ടിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പറഞ്ഞത്? ഭയങ്കര സൂപ്പർ ആയിരുന്നു. മതിൽ കയറി ചോദിച്ചില്ലേ? ഇല്ല, അതിന് മുന്നേ തന്നെ എനിക്ക് നല്ല കൈനീട്ടം കിട്ടിയോ? കിട്ടിയിരുന്നു. ഭാഗ്യം. ഞാൻ തൃപ്തയായി. ആണല്ലേ? ഇപ്രാവശ്യം എനിക്ക് മാനം കാത്തു. എനിക്ക് ഇത്തവണ ഒരു പ്രശ്നം പറ്റി, അബദ്ധം പറ്റി. എന്താ? മറ്റേ പടക്കം എന്റെ ഒരു വീക്ക്നെസ് ആണ്. ആ. അപ്പോ മറ്റേ ചൈനീസ് പടക്കമില്ലേ, ചൈനീസ് ഇങ്ങനെ പുറകെ ഓടുന്നതാ അല്ലല്ല, മുകളിൽ പോയി ഇങ്ങനെ മൊത്തം പൊട്ടുന്നത്. ആ. അത് ഞങ്ങളും പൊട്ടിച്ച്. ഈ അമ്പലത്തില് ആ, ഡൈനാമിറ്റ് അറിയാം. പൊട്ടിക്കണ പോലെ ചെറിയ വെർഷൻ. ആ. അത് 60 എണ്ണം 120 അതന്നെ അതന്നെ ഇതില് 60 എന്നുള്ളതായിരുന്നു പൊട്ടിച്ചത്. മേടിച്ചത്, ആ. അത് പൊട്ടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അത് മറഞ്ഞു. അയ്യോ അല്ല, വീടിനുള്ളിലേക്കല്ല, അയൽവക്കത്തെ വീട്ടിലേക്ക്. അയൽവക്കത്തെ വീട്ടിലേക്കൊക്കെ പോയി അവിടെ ഈ പേപ്പറൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഒരു സാധനം കെട്ടി വെക്കില്ലേ, അതിലൊക്കെ പോയിട്ട് ആ സാധനം താഴെ വീണു. അപ്പൊ ഇങ്ങനെ മറിഞ്ഞിങ്ങനെ കത്തണ സമയത്ത് മറ്റേ രാജേഷില്ല, എന്റെ കൂടെയുള്ള രാജേഷ് വേഗം പോയി തീ ഒഴിച്ച് കെടുത്താന്ന് കരുതി അപ്പുറത്തേക്ക് വീടിന്റെ സൈഡിലേക്ക് പോയി. അങ്ങനെ രാജേഷ് പോയപ്പോ രാജേഷിന്റെ പുറകിൽ വരണം. രാജേഷ് വെള്ളം എടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലേ പുറകിലെപ്പോ. ഞാൻ വിചാരിച്ചു രാജേഷ് കരിഞ്ഞൊക്കെ ആയിരിക്കും പറഞ്ഞത്. പക്ഷെ രാജേഷ് കുഴപ്പമൊന്നും പറ്റില്ല, തൊട്ടടുത്ത് വെച്ച് പൊട്ടിന്ന് പറഞ്ഞു. അങ്ങനെ അതോടുകൂടി ചൈനീസ് പടക്കം ഉപേക്ഷിച്ചു. വിഷു പദങ്ങൾ കൊണ്ടുപോയി. എനിക്ക് ഇവിടുത്തെ വിഷു അടിപൊളിയായിരുന്നു, വീട്ടിലതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ പാട്ട് തൂക്കാനായിട്ട് നമ്മൾ ഒരാളെ വിളിക്കാൻ പോവാണ്. ദിയക്കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ദിയ, ഹലോ. ഹൗ ആർ യു? ഫൈൻ സർ. സുഖല്ലേ? ഓ സുഖം. ഓക്കെ. ദിയ വരുമ്പോ നമ്മള് പാട്ട് കേൾക്കാനാണ് കാത്തു നിൽക്കുന്നത്. അതെ. ഒക്കെ പിന്നെ വർത്താനം സംസാരിക്കാൻ താല്പര്യമില്ല, പാട്ട് കേട്ടാ മതി. നേരെ പാട്ട് കേട്ടാ മതി നമുക്ക്. അതെ, അതുകൊണ്ട് ഡീറ്റെയിൽസ് വേഗം പറഞ്ഞു. ഫിലിം വീരപുത്രൻ, വർഷം 2011, പാട്ട് ഏതാന്ന് പറഞ്ഞില്ല. കണ്ണോട് കണ്ണാരം. രമേഷ് ജിയുടെ, Yes. രമേഷ് നാരായൺ ജി ആണ് മ്യൂസിക്. രമേഷ് ജിയെ വിളിക്കുമ്പോ പറയും ജയ് ഹോ എന്ന് പറയും. അതെ എപ്പോഴും അതെ. ഫോണിൽ എപ്പോഴും ജയ് ഹോ എന്ന് പറയും. അപ്പൊ ജയ് ഹോ Yes. ആ, ഇത് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദ്. ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സോങ് പാടിയത് ശ്രേയ ഘോഷൽ. പാടിക്കുന്നത്. വർഷം 2011. കഴിഞ്ഞോ? എനിക്ക് പാട്ട് കേട്ടാ മതി. ഓൾ ദ ബെസ്റ്റ് ദിയക്കുട്ടാ. എന്നാ Thank you, പാടിക്കോളൂ, ചേച്ചി. പാടിക്കോളൂ. താങ്ക് യു സർ. Okay. താങ്ക് യു ചേച്ചി. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും, കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും, കാണാമറയത്ത് ഒളിച്ചാലും
ദിഗുഡീസ് എന്താ സാർ? ഒത്തിരി സ്ഥലത്ത് ആഹാ ഏഹേ, ആയിരം. ഓഹോ. താങ്ക് യു സാർ. ചില സംഗതിയൊക്കെ പാടിയപ്പോ ഓഹോ ഇങ്ങനെയൊക്കെ പാടാൻ പറ്റൂ എന്ന് തോന്നി. 1-2 സ്ഥലത്ത് ഏഹേ, വൈപ്പ്. ചെറിയ സ്ലിപ്പ് അല്ലേ? അതെന്തു പറ്റി? എന്തോ മറന്നുപോയി എന്ന് ഈ പാട്ടി പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ വരും. പെട്ടെന്നൊന്ന് അബ്രപ്റ്റ് ആയിട്ട് ഒരു കട്ട് വന്നല്ലോ. കട്ട് വന്നു. ഉം. അതെന്തോന്നായിരുന്നു? സങ്കടമായി പോയോ? ഇല്ല ഇല്ല. ദിയക്കുട്ടി ചിന്തിച്ചു അല്ല, ആലോചിക്കുക എവിടെയായിരുന്നു എന്ന്. അനുപല്ലവിയില് അനുപല്ലവി. അനുപല്ലവി. ഒരിങ്ങനെ പാതിയിൽ കട്ടായി പോയി. ഉം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ പറയാം. ആ. ദിയയുടെ ഇംപ്രൂവ്മെന്റിന്റെ ഒരു ഫാക്ടർ എടുക്കുകയാണെങ്കിൽ, ഒന്ന് അവയർനെസ്, ഉം. പാട്ടിനെ പറ്റിയുള്ള അവയർനെസ്, ദാറ്റ് ഇസ് വെരി വെരി ഗുഡ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ, പാട്ടിന്റെ ഡീറ്റെയിലിംഗ്. എനിക്ക് ഞാൻ തിരഞ്ഞു എന്ന് പാടിയില്ലേ 2ാമത്തെ ചരണത്തിൽ, ആ, ദാറ്റ് ഇസ് വണ്ടർഫുൾ, വണ്ടർഫുള്ളി വണ്ടർഫുൾ. താങ്ക് യു സാർ. പിന്നെ ആ, കണ്ണോ, അത് അതിങ്ങനെ ശ്രുതിയായിട്ട് ഇങ്ങനെ അതെ, അതെ, അതെ. ലയിച്ച് അതിന്റെ സ്ലാങ്ങിനും ഒരു ടച്ച് കുറെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു, കുറെ ഭാഗത്ത്. ഒരു ശ്രേയാഫിക്കേഷൻ യെസ്. അതെ, ശ്രേയഫിക്കേഷൻ കുറെ സ്ഥലത്തുണ്ടായിരുന്നു. ശ്രേയ ഫിക്സേഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം അതിന്റെ ഇടയില് പാടിയില്ലേ? അത് അതിനെ പറ. പെർഫെക്റ്റ്, അത് കറക്റ്റ്. Correct ആയിരുന്നു അത്. അതിന്റെ സ്ലാങ് ഉണ്ട് ശ്രേയ പാടുന്നതിന്. രമേശിയുടെ മോളുണ്ട് മധുശ്രീ, സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള പാട്ടുകാരിയാണ്, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള അതെ, ആളാണ്. അതെ. മധുശ്രീ പാടിയതും കേട്ടിട്ടുണ്ട്. അപ്പൊ മധുശ്രീ പാടിയതിന്റെ ഛായം കൂടെ എനിക്ക് തോന്നി. പിന്നെ കണ്ണീർ കിനാവായി എന്നുള്ളത് അവസാനത്തെ പല്ലവിയിലുള്ളത് ഗംഭീരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ എന്നുള്ളത്. അതിൽ ഓരോന്നും ഇങ്ങനെ പെറുക്കിയെടുക്കാൻ പറ്റിയത്. കണ്ണിനും കണ്ണായൊരു കണ്ണിൻ തുമ്പത്ത് കണ്ണീർ കിനാവായി തുളുമ്പി നിൽക്കും. അതിൽ നേരിട്ട് ഹൃദയത്തിൽ അങ്ങ് തറച്ചു കയറുന്നുണ്ട്. പക്ഷെ തറച്ചു കയറുമ്പോൾ വേദനയല്ല, ഒരു സന്തോഷമാണ് വരുന്നത്. അതിനെയാണ് ബ്ലിസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ അത്തരം ബ്ലിസ് ഉള്ള മൊമെന്റ്സ് ഒരുപാട് ഈ പാട്ടിൽ തന്നു. പിന്നെ ഓടി വന്നു എന്ന് പറഞ്ഞ ഒരു കൾമിനേഷൻ അല്ലേ, അവിടെ നിൽക്കല്ലേ. അപ്പൊ അങ്ങനെ തന്നെ നിർത്തണം. അത് പഠിക്കേ. വെമ്പലറിഞ്ഞു നീ ഓടി വന്നു അത് കൺക്ലൂഡ്. ഓടി വന്നു. ഓടി വന്നു അവിടെ അവിടെ അബ്രപ്റ്റ് ആയിട്ട് നിൽക്കുക. ഓടി വന്നു കണ്ണോ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ബിഫോർ ബീറ്റ് അല്ലേ കണ്ണു വരാൻ വരുന്നത്. അപ്പൊ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെ അടുത്തതിൽ നിന്ന് തിരിച്ചറിഞ്ഞു ഇല്ലേ, അത് അങ്ങനെ വരണം. പിന്നെ എൻ മുടിച്ചാർത്തിലെ എന്ന് പാടുക. എൻ മുടിച്ചാർത്തിലെ പിച്ചകപ്പൂമണം തൊട്ടതില്ല നിന്നെ തൊട്ടതില്ല. വെരി നൈസ്, വെരി വെരി ബ്യൂട്ടിഫുൾ. അതൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്ലിപ്പ് മാത്രമാണ് ഈ പാട്ടിൽ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു പ്രശ്നമാണെന്ന് നമ്മൾ കാണുകയാണെങ്കിൽ അത് പ്രശ്നം ഗുരുതരമാണോ? അല്ല, അല്ല, കാര്യം നിസ്സാരമാണ്. നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദിയക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമാണ്, കാരണം അത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട്. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഗുരുതരമല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ കണ്ണു നട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ ദിയക്കുട്ടി, എന്താ സാർ? എന്ത് രസമാണ് ആ ശബ്ദം കേൾക്കാൻ. താങ്ക് യു സാർ. തേൻ ഒഴുകുന്ന പോലെയുണ്ട് ഓക്കെ സാർ. ആ ശബ്ദത്തിൽ ഈ പാട്ട് കേട്ടപ്പോൾ. അതിമനോഹരം, താങ്ക് യു സാർ. ഉഗ്രനായിരുന്നു. പല ഭാഗങ്ങളും പറഞ്ഞ പോലെ ആഹാ ആഹാ എന്ന് പറയാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന കണ്ണോട് കണ്ണോരം ഇപ്പോ പാടിപ്പിച്ചില്ലേ, ഓടി വന്നു. അബ്രപ്റ്റ് ആയിട്ട് നിർത്തണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പാടിയ ആ സംഗതി, ഒരു വെറൈറ്റി സംഗതി ഇല്ലേ, അതൊന്നുകൂടി കേൾക്കട്ടെ. വെമ്പലറിഞ്ഞു നീ ഓടി വന്നു കണ്ണോട് കണ്ണോരം. യെസ്, അത് ടേക്കില് വളരെ നന്നായിരുന്നു. ഡീറ്റെയിൽസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു. പിന്നെ MJ അങ്കിൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ആ ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, സൂപ്പർ. ദിയക്കുട്ടി, എന്താ ചേച്ചി? എനിക്ക് ഓരോ പ്രാവശ്യം ദിയയുടെ പാട്ട് കേൾക്കുമ്പോഴും ഒരു വല്ലാത്ത ഫീലും ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തും. നേരെ ദിയക്കുട്ടിയുടെ പാട്ട്, ആ ശബ്ദവും ആ പാടുന്ന രീതിയും അതിന്റെ ഡൈനാമിക്സും എന്താ പറയേണ്ടതെന്ന് പലപ്പോഴും മനസ്സിലാവില്ല. അതുപോലെ എനിക്ക് വിഷു കഴിഞ്ഞു പോയില്ലേ, വിഷു വരുന്നതിന് മുമ്പ് വിഷു വരാൻ പോവാണല്ലോ അങ്ങനെ സാധനം വരും. അങ്ങനെ ദിയ വന്നു കഴിയുമ്പോ ആ
ഒരാഘോഷം, ഒരു സെലിബ്രേഷൻ മൂഡ് വരികയാണ് ഉണ്ട് ഉണ്ട് ഉണ്ട്. അല്ലേ? ഈ ഉണ്ട്. പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു വെമ്പൽ. ഒരു കൊതി വരും എപ്പോഴും. അത് ആ ഒരു സ്റ്റാൻഡേർഡ് എപ്പോഴും ദിയക്കുട്ടി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാ പോകുന്നത്. ബിഗ് എന്താ പറയാ, ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് എന്ന് പറയാം താങ്ക് യു ചേച്ചി. കേട്ടോ. മാർക്ക്, ഇന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. എന്നാലും തരക്കേടില്ലാത്ത നല്ല മാർക്ക് കുട്ടിക്കുണ്ട്. ഓക്കെ ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 98.75. താങ്ക് യു സർ. ദിയ കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ആര്യ ചേച്ചി, വെൽക്കം. ആര്യ ചേച്ചി. ഞാൻ തിരഞ്ഞു നിന്റെ മാറത്തച്ചായും. അപ്പോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ സ്വന്തം ദിയക്കുട്ടി. താങ്ക് യു. തിരിച്ചറിഞ്ഞു ആ കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും. പല്ലിനെ പറ്റി എത്രാമത്തെ വിളി കയറ്റത്? പല്ല് തേച്ച് മടുത്തു. 13ാമത്തെ. 13ാമത്തെ വിളി കയറ്റം. അപ്പൊ ദിയകുട്ട, നീ ഇന്നും തേച്ചുകൊണ്ടേ ഇരിക്കുന്നത് നിക്കണ്ട. പെർഫോമർ ഓഫ് ദ ഡേ കിട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ.